പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു മോളിലിട്ടിരിക്കുന്ന ഈ ഒരു ക്രോപ്പ് ടോപ്പും ഈ സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ചെയ്യുന്നത്. അപ്പം ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 മീറ്റർ മെയിൻ ക്ലോത്തും അതുപോലെ 1/2 മീറ്റർ ലൈനിങ് മെറ്റീരിയലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ലൈനിങ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിടുക. അങ്ങനെ അപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഫുൾ ലെങ്ത്ത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം വേണ്ടത് 11.5 ഇഞ്ചാണ്. ആ 11.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ 11.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 5 ഇഞ്ചാണ് വരുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് ആം ഹോളും 5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷോൾഡറും ആം ഹോളും കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് വരച്ചെടുക്കാം. അതിന് ശേഷം ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് 20 ഇഞ്ചാണ് വരിക. അതിൻ്റെ 4 ഭാഗം 5 ഇഞ്ച് വരും. അതാണ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാൻ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുക. അതിന് ശേഷം ചെസ്റ്റ് റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്ത 6.5 ഇഞ്ചിനേക്കാളും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും കൂടി ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ നെക്കിലൊരു ടൈ വരുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നെക്കിൻ്റെ ഇറക്കം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഇട്ട് കഴിയുമ്പം കുട്ടികൾക്ക് കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് നെക്കിൻ്റെ ഇറക്കം കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ കുറച്ച് നമ്മൾ വരച്ച ലൈനിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് നെക്ക് വരച്ചെടുക്കുന്നത്. അപ്പം കുറച്ചും കൂടി ഭംഗിയിലും അതുപോലെ നെക്ക് കുടുങ്ങിയിട്ടും അല്ലാണ്ട് നല്ല നീറ്റായിട്ട് കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്ത് കൂടി വരച്ചെടുത്തിട്ടുള്ളത്. ഇനി അതായത് ചെറിയൊരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുക്കുന്നുണ്ട്. അതും ഇവിടെ വരച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് ആം ഹോള് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെക്കാം നമുക്ക് ഫ്രണ്ട് പീസ്. ബാക്ക് പീസിൽ ഈ ഇത്രയും ഭാഗം മുകളിലോട്ടുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ആം ഹോൾ വരച്ചില്ല, അവിടുന്ന് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്ക് പീസ് ഇങ്ങനെയാണ് വരിക. ഇതിൽ ഫ്രണ്ട് പീസിൻ്റെ അവിടുന്ന് നെക്കിൻ്റെ ഭാഗത്തേക്ക് ബാക്കിൽ ഒരു കെട്ട് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത്രയും ഷോൾഡറും ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ടേക്ക് ഞാൻ ഒരു ഇഞ്ചിലൊരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഷോൾഡറൊക്കെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചത്. അതിന് ശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് നമുക്ക് ഈ ആം ഹോളിൻ്റെ അടുത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നെക്കും കൂടി കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഇതുപോലെയാണ് വരിക. ഇനി നമുക്ക് ഈ ലൈനിങ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചു, അതുപോലെ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് ഞാൻ മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിൻ്റെ ബാക്കിൽ കെട്ടുന്ന ആ ഒരു ടൈ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 20 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 1 ഇഞ്ച് വിഡ്ത്തും വരുന്ന ക്ലോത്താണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു നേരത്തെ ടൈ നമുക്ക് ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തിരിച്ചിടുന്നത്. ഈ ഒരു ടൂൾ നമുക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. നമുക്ക് ഈ ഒരു ഹുക്കിൽ ഇത് കൊളുത്തി കൊടുക്കുക. എന്നിട്ട് പതുക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തിന്നായിട്ടുള്ള ഡോറിയില്ലേ, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുപോലെ 2 പീസ് ഞാൻ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് നമുക്കൊരു ചെറിയ ലട്കനും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്തുള്ള 2 കസവ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തും വരുന്ന സ്ക്വയർ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഡോറിയില്ല അത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കോർണറിലെത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഇങ്ങനെ കൂർത്തിരിക്കും, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിത് ആ ഡോറി ഇതൊന്ന് തിരിച്ചിടാം, ലട്കൻ. അപ്പോൾ ഇതാ ഇതുപോലെ 2 എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് നമുക്ക് ആ നെക്കിൻ്റെ പോർഷനിൽ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം അതിൻ്റെ മേലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഈ നെക്ക് ടൈ ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2ൻ്റെയും നല്ല വശങ്ങൾ ചേർത്തിട്ടാണ് വെക്കേണ്ടത്, അത് തെറ്റിപ്പോകരുത്. അപ്പോൾ 2 നെക്ക് ടൈ നമ്മളിതുപോലെ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിരിച്ചിടുകയാണ് വേണ്ടത്. അപ്പോൾ തിരിച്ചിടുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയാണ് ചെറിയ കട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതേപോലെ തിരിച്ചിട്ടിട്ടെടുക്കാം. തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് ഈ 2 സൈഡിലും ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ബാക്ക് പീസ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്കൊരു കട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ ഐയും ഹുക്കും ആണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ കൂടെ കട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഈ 2 പീസിൻ്റെ ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഐയും ഹുക്കും വെച്ച് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ 2 ഇഞ്ച് വിഡ്ത്ത് വരുന്ന 2 പീസ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസിൻ്റെ നല്ല വശത്തും മറ്റേ പീസിൻ്റെ ബാക്ക് സൈഡിലുമാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പീസിൻ്റെ നല്ല വശത്ത് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ബ്ലൗസിനൊക്കെ ഐയും ഹുക്കും വെക്കുന്നില്ല, അതുപോലെ തന്നെയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി മടക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള പീസിന് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കുക. മറ്റേ പീസിൽ ഐ ആണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഒരു 4 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മടക്കുക. പിന്നെ ഒരു മടക്കും കൂടി മടക്കിയിട്ട് അതിൻ്റെ മേലെ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും സൈഡ് മാറിപ്പോരുത്. കുറച്ച് വിഡ്ത്ത് കൂടുതൽ വരുന്ന ഭാഗം മുകളിലാണ് വരുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആദ്യം 4 ഇഞ്ചിലൊന്ന് മടക്കി പിന്നെ ഒരു 4 ഇഞ്ചും കൂടി മടക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ വരുന്ന പീസിൻ്റെ ബാക്ക് വശത്താണ് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്ക് വശത്ത് ഇതുപോലെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം.
ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം മറ്റേ പീസിൽ ചെയ്ത പോലെ തന്നെ മുകളിൽ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ ബാക്ക് പീസ് നമ്മൾ 2 പീസ് റെഡിയാക്കി എടുത്തില്ലേ, ആ 2 പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് വെച്ച് നോക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചല്ലേ സീം അലവൻസ് വിട്ടിരുന്നത്, അതിൽ 1/2 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടി എടുക്കാം. ബാക്കി 1 ഇഞ്ച് 2 സൈഡിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സൈസിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ടൈറ്റായിട്ട് ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് ലൂസ് 2 സൈഡിലും ആ സീം അലവൻസിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്യുക 2 സൈഡിലും. എന്നിട്ട് ഞാൻ ലൈൻ വരച്ചില്ലേ, അതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ അതിൽ കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിങ്ങനെ നിവർത്തി വെക്കാം. കണ്ടില്ലേ, ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഐ കൊടുക്കാനുള്ള ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെയാണ് വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒന്ന് മടക്കുക, പിന്നെ ഇതേപോലെ ഒന്നും കൂടി മടക്കുക, എന്നിട്ട് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ. കണ്ടില്ലേ, ഇതുപോലെയാണ് വരിക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഹുക്ക് പിടിപ്പിക്കും, റൈറ്റ് സൈഡിൽ ഐയും പിടിപ്പിക്കും. ഇതുപോലെ. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി അടിക്കാം, അല്ലെങ്കിൽ താഴെ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വിട്ട് വരുന്ന ഒരു ക്ലോത്ത് ഞാൻ ഇതുപോലെ എടുത്തിട്ട് മടക്കി സൈഡിൽ കൂടി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കുറച്ച് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. 2 സൈഡിലും ഉള്ളിൽ മടക്കി വെക്കും. ഈ രീതിയിൽ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ. ഞാൻ ഇതുപോലെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നീറ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ താഴത്തെ ഭാഗം മടക്കി അടിച്ചാലും മതി. അതിനനുസരിച്ച് ടോപ്പിന് സീം അലവൻസ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നിവർത്തിയെടുക്കാം. വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നിവർത്തിയെടുക്കുക. എന്നിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതുപോലെ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടും ബാക്ക് സൈഡിലോട്ടേക്ക് മടക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ഹെമ്മിങ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ വെച്ചിട്ട് താഴെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇങ്ങനെ തിരിച്ചിട്ടിട്ട് നമുക്കിതിൽ ഹുക്കും മയ്യും തുന്നി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ടോപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന് മുകളിൽ ഭംഗി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ എംബ്രോയിഡറി ചെയ്യാം, അല്ലെങ്കിൽ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലത്തെ ലേസ് ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ വെക്കുന്ന 2 പീസ് ഇങ്ങനത്തതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. ഞാനപ്പം ഇതേപോലെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കൈകൊണ്ട് തുന്നിയിട്ടോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ 6000 എന്ന് പറയുന്ന ഈ ഒരു ഗം വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. എനിക്ക് ഈ ഒരു ഗം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഈ ഗം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ അപ്ലൈ ചെയ്തിട്ട്
തുണിയിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഈ 2 പീസും കൂടി ഞാനൊന്ന് അവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോപ്പ് റെഡിയായി കഴിയും. അപ്പോൾ ദാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ക്രോപ്പ് ടോപ്പ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി സിമ്പിളായിട്ടുള്ള എലാസ്റ്റിക് സ്കേർട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 മീറ്ററാണ് ക്ലോത്ത് എടുത്തിട്ടുള്ളത്. നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ 1 മീറ്റർ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വിഡ്ത്ത് കുറവായതുകൊണ്ടാണ് ഞാൻ 1.5 മീറ്ററോളം എടുത്തിട്ടുള്ളത്. 20 ഇഞ്ച് വേസ്റ്റ് വരുന്ന സ്കേർട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3 മടങ്ങ് ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ചുരുക്കുള്ള സ്കേർട്ട് കിട്ടും. അപ്പോൾ 20ൻ്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 60 ഇഞ്ച് വരും. അപ്പോൾ ഈ തുണി മടക്കിയിടുമ്പോൾ 30ആണ്. അപ്പോൾ ടോട്ടൽ എനിക്ക് 60 ഇഞ്ച് തന്നെ ഉണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ലെങ്ത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 17.5 ഇഞ്ചാണ് വേണ്ടത്. 2.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ 20 ഇഞ്ചിലാണ് തുണി എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന എലാസ്റ്റിക്കിന് 1.25 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. പിന്നെ 20 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് വരുന്ന സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിനേക്കാളും 2 ഇഞ്ച് കുറച്ചിട്ട് 18 ഇഞ്ച് ലെങ്ത്തിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 18 ഇഞ്ച് ലെങ്ത്തിൽ എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തുണിയുടെ സൈഡൊക്കെ നൂല് വല്ലാണ്ട് വലിയുന്നതായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ 2 സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം എലാസ്റ്റിക് വെക്കാനുള്ള ആ ഭാഗത്ത് ഞാൻ ആദ്യം ഒരു 1/4 ഇഞ്ചിലൊരു സ്റ്റിച്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗത്ത് ഞാൻ ഇതുപോലെ 1 ഇഞ്ചിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുണി നിവർത്തിയിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും നല്ല വശങ്ങൾ മേലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് സൈഡിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക, കണ്ടില്ലേ? ഇനി നമുക്കിതിൻ്റെ മേലെ എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന എലാസ്റ്റിക് അവിടെ വെച്ചിട്ട് ഇതുപോലെ എലാസ്റ്റിക് കേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കറക്റ്റായി വെച്ചിട്ട് നമുക്ക് ആ ഒരു എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അത്രയും ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒന്ന് മടക്കി പിൻ ചെയ്തെടുക്കുക. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത്. അല്ലാത്തവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ മാർക്ക് കൊടുത്തെടുത്ത് ഞാൻ ചുറ്റും ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ആ പിൻ ചെയ്തെടുത്ത ഭാഗത്തേക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് പിൻ ചെയ്തെടുത്തതിന് ശേഷം ആ എലാസ്റ്റിക് കേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിൻ ചെയ്തെടുത്തില്ലേ ആ സൈഡിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്, ഇതുപോലൊരു ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ട് ആ ഗ്യാപ്പിലേക്കൂടെ നമുക്ക് എലാസ്റ്റിക്കിൻ്റെ അറ്റത്ത് ഇതുപോലൊരു പിന്നു കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ എലാസ്റ്റിക് ഇട്ടിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്കൂടി തിരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ എലാസ്റ്റിക് ഫുള്ളായിട്ട് അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയാൽ നമുക്കത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എലാസ്റ്റിക്കിൻ്റെ മറ്റേ അറ്റത്തും കൂടി ഒരു പിന്നൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉള്ളിൽ കയറിപ്പോയാലും അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എലാസ്റ്റിക് മുഴുവനായിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം രണ്ടറ്റവും ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2-3 സ്റ്റിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ ആ ചുരുക്കം എല്ലായിടത്തും ഈക്വലായിട്ട് നിൽക്കും. അതിന് ശേഷം നമുക്കിത് വലിച്ച് പിടിച്ചിട്ട് ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെയാണ് ആ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. എലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യരുത്, താഴെ ആ ചെറിയൊരു ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വലിച്ച് കഴിഞ്ഞാൽ ചുരുക്കം എല്ലായിടത്തും ഒരേപോലെ നിൽക്കും. ചിലപ്പോൾ നമ്മൾ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമ്മൾ നടുക്കിൽ കൂടി സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ എലാസ്റ്റിക് തിരിഞ്ഞു മറിഞ്ഞൊന്നും കിടക്കില്ല. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴൊക്കെ നമ്മളെ സ്കേർട്ട് റെഡിയാവും. ഇത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കേർട്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.